ഈ സൈബർ സഹാക്കൾക്ക് ഒരു വൃത്തികെട്ട ഒരു ശീലമുണ്ട്. അതായത് അവർക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഒക്കെ ആരെങ്കിലും ഇട്ടാൽ അവരുടെ കുടുംബത്തിലിരിക്കുന്നവരെ കൂടെ വലിച്ചിഴച്ച് അവരെ കൂടെ സൈബർ ഇടങ്ങളിൽ ആ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു പക്ഷേ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കും, പക്ഷെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊന്നും സജീവമായി ഉള്ളവരായിരിക്കില്ല അവർ. പക്ഷേ അവരുടെ വീട്ടിലുള്ളവരെ കൂടെ വലിച്ചിഴച്ച് എന്താ പറയുക, മോശക്കാരാക്കുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതിയും നിലപാടുമുള്ളവരാണ് അന്തർസഹാക്കൾ. നല്ലവരായ സഹാക്കളുണ്ട്, അവർ പറയേണ്ടത് മാന്യമായി പറഞ്ഞു പോകുന്നവരാണ്. അങ്ങനെയല്ല, കുറെ കമ്മികളും കമ്മിണികളും ഉണ്ട്. ഇവളുമാരെയൊക്കെ വിചാരം എന്ന് പറയുന്നത് ഈ ലോകം ഉണ്ടാക്കിയതേ ഈ കമ്മികളാണ്, ഇവരില്ലെങ്കിൽ ലോകമില്ല, ഇവർ മാത്രമാണ് നല്ലവർ, ഇവർ മാത്രമാണ് 100% പെർഫെക്റ്റ്, ഇവർക്ക് അപ്പുറം ആരുമില്ല, ഇവർക്ക് ഇപ്പുറവും ആരുമില്ല, ഇവരില്ലെങ്കിൽ പിന്നെ പ്രളയം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു ധാരണ എന്ന് പറയുന്നത്. അങ്ങനെ അല്ല എന്ന് ഈ മന്ദബുദ്ധികളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പലതവണ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ മന്ദബുദ്ധികളല്ലേ, പറഞ്ഞാൽ ഇവർക്കൊന്നും മനസ്സിലാവാനുള്ള കഴിവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ ദിവസം KJ ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ട ഒരു വിവാദം വന്നു. അതിൽ കോൺഗ്രസിന്റെ നേതാവായ ജിൻഡോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ലക്ഷ്മി പത്മ അവരുടെ ചാനലിൽ വിളിച്ചിരുത്തിയിട്ട് ലക്ഷ്മി പത്മയുടെ കുറെ ക്രോസിങ്ങും കുറെ വല്ലാത്തൊരു എന്താ പറയുക, അങ്ങനെ അടിക്കുമോ എന്നൊക്കെ ഞാൻ ആ വീഡിയോ ഷോ കണ്ടപ്പോൾ തോന്നിപ്പോയി. ഒരു മാധ്യമ പ്രവർത്തക ഒരു പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് മറ്റൊരു പക്ഷത്തെ ആക്രമിക്കുന്ന ഒരു രീതിയൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു തുടങ്ങിയതാണ്. അപ്പൊ ഇപ്പോ ജിൻഡോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരുന്നുണ്ട്. ജിൻഡോ പറയുന്നത്, കൂട്ടത്തിലുള്ളത് ഞങ്ങളുടെ മക്കളായ, അതായത് കുടുംബത്തിന്റെ ഒരു ഫോട്ടോ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ദാവിദ്, ജോൺ, ഇസഹാബ്, ജേക്കബ്, ഇവരാണ് കൂടെയുള്ളത്. സൈബർ സഹാക്കളെ, ഇനി കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിന്റെ പേരിൽ എൻ്റെ ഒന്നും ഭാഗമല്ലാത്ത എൻ്റെ പങ്കാളിയുടെയും മക്കളുടെയും ചിത്രങ്ങൾ വച്ചുകൊണ്ട് പറഞ്ഞു പരത്തുന്ന വൃത്തികേടുകൾ CPMന്റെ രാഷ്ട്രീയ നിലപാടാണോ? ഞാൻ ആക്ഷേപിച്ചു എന്ന നിങ്ങൾ അതിവായന ചെയ്ത KJ ഷൈൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പറഞ്ഞ അഭിപ്രായമാണ് സ്ത്രീയെയും പുരുഷനെയും ഏതൊരു മനുഷ്യനെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല, ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അത് ചെയ്യാൻ പാടില്ല എന്ന്. അതിനായി നെഹ്റു, ഗാന്ധി, ലെനിൻ എന്നിവരുടെ എല്ലാം പുസ്തകങ്ങൾ പരാമർശിച്ച് അവരോട് എനിക്കൊന്ന് ചോദിക്കുവാനുണ്ട്. താങ്കൾക്ക് അവകാശപ്പെട്ടതെന്ന് കരുതുന്ന അതേ അവകാശം എൻ്റെ ജീവിത പങ്കാളിക്കും ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താങ്കളുടെ പരാതിയിൽ ഉണർന്ന് പ്രവർത്തിച്ച കേരള പോലീസ് എൻ്റെ ജീവിത പങ്കാളി ഒരു പരാതി കൊടുത്താൽ അതേ വേഗതയിൽ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് തരാൻ താങ്കൾക്ക് സാധിക്കുമോ? അങ്ങനെ അല്ലാത്ത പക്ഷം താങ്കളുടെ സ്ത്രീപക്ഷ നിലപാട് കപടമാണെന്ന് കേരളം വിചാരിക്കേണ്ടി വരും. സമാനമായി ആക്രമിക്കപ്പെടുന്ന മറ്റൊരു സ്ത്രീക്കും കിട്ടാത്ത പരിഗണന താങ്കൾക്ക് മാത്രം കിട്ടുന്നുണ്ട് എങ്കിൽ ആ നിയമ നടപടിയുടെ അതിവേഗത മറ്റെന്തൊക്കെയോ മറച്ചു പിടിക്കാനാണെന്ന് സംശയിച്ചു പോയേക്കാം. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എവിടെയെങ്കിലും താങ്കളുടെ പേര് പരാമർശിക്കുന്ന ഏതെങ്കിലും ഭാഗം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? വിവാദങ്ങളെ വഴിതിരിച്ചുവിടാൻ എൻ്റെ പേര് കൂടി ഉന്നയിച്ചപ്പോഴും താങ്കൾക്കെതിരെ വ്യക്തിപരമായി അഭിപ്രായം പറയാതിരുന്നത് താങ്കളുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടല്ല, താങ്കളും ഒരു സ്ത്രീ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തിടത്തോളം താങ്കളിലെ സ്ത്രീപക്ഷം കപടമാണെന്ന് ഞാൻ വിചാരിക്കേണ്ടി വരും. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരിടത്ത് പോലും താങ്കളുടെ പേര് പരാമർശിക്കാത്തപ്പോഴും അത് താങ്കളെ കുറിച്ചാണെന്ന് ആരെങ്കിലും പറഞ്ഞപ്പോഴെങ്കിലും എൻ്റെ പോസ്റ്റ് പരിശോധിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങളെ പരാമർശിച്ചത് കണ്ടോ? എങ്കിൽ ഏതു ഭാഗത്താണ്? താങ്കളെയാണ് ഉദ്ദേശിച്ചതെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ഇനി അങ്ങനെ കണ്ടില്ലെങ്കിൽ ആര് പറഞ്ഞിട്ടാണ് താങ്കളെ ഞാൻ ആക്ഷേപിച്ചു എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ കാരണമായത്? എൻ്റെ ഫേസ്ബുക്ക് അഭിപ്രായങ്ങളുടെ താഴെ എന്നെയും മക്കളെയും ജീവിത പങ്കാളിയെ മോശമായി ചിത്രീകരിച്ച് എഴുതി പിടിപ്പിക്കുന്ന CPM നേതാക്കൾ അടക്കമുള്ള സൈബർ സഹാക്കന്മാർക്കെതിരെ ഒരു വാക്കുരിയിടാൻ താങ്കൾക്ക് പറ്റുമോ? ഇല്ലെങ്കിൽ കാപട്യം കൊണ്ട് ഉത്തരമുണ്ടാക്കാൻ ശ്രമിക്കരുത്. ഞാനാണ് ചർച്ചയിൽ പങ്കെടുക്കരുതെന്ന് നേരത്തെ അറിഞ്ഞിട്ടുകൂടി, അതായത്
ഞാനാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്ന് നേരത്തെ അറിഞ്ഞിട്ട് കൂടി അരമണിക്കൂറോളം ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം ആരെയോ അധിക്ഷേപിച്ചു എന്ന് അതിവായന നടത്തിക്കൊണ്ട് എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ നാടകം കളിച്ച CPM-ന്റെ മാധ്യമ വക്താക്കൾക്ക് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുണ്ടോ? സ്വന്തം പേര് വെളിപ്പെടുത്താതെ ഒളിവിലിരുന്ന ചിലരൊക്കെ സ്വന്തം പേരിൽ തന്നെയും ആക്ഷേപിക്കുന്ന സൈബർ സഹാക്കൾ ഒരു കാര്യം ഓർക്കണം. സ്വന്തം പേര് മറച്ചുവെച്ചും പ്രൊഫൈൽ ലോക്ക് ചെയ്തുകൊണ്ടും ഏതു മനുഷ്യരെയും അധിക്ഷേപിക്കുന്ന വൃത്തികെട്ട സംസ്കാരമുള്ള നിങ്ങൾ തന്നെയാണ് കേരളത്തിലെ കപട സദാചാരവാദത്തിന്റെ മൊത്തം കച്ചവടക്കാരും. നിങ്ങളെ തൊടാത്ത ഈ സർക്കാർ നിലപാടിൽ ആവേശം കൊണ്ട് മറ്റു പക്ഷങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ഇത്തരം പ്രവണതകൾ ഉണ്ടാകുന്നതിന്റെ കാരണക്കാരും നിങ്ങൾ തന്നെയാണ്. സ്വന്തം പേരും പ്രൊഫൈലും ധൈര്യമായി പുറത്തു കാണിക്കാൻ പറ്റാത്തത്ര മലീന മനസ്സുള്ളവരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ജീവിത പങ്കാളി എൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ ഉത്തരവാദിയാകുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ എഴുതുന്നതിന്റെ ഉത്തരവാദിത്വവും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടി ഉണ്ടാകേണ്ടേ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് സാമ്പത്തിക ശാസ്ത്രത്തിലാണ്, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. പ്രയാസങ്ങളുടെയും പട്ടിണിയിലൂടെയും കടന്നു വന്നത് കൊണ്ട് തന്നെ വിഷയം ഭക്ഷ്യസുരക്ഷ ആയതാണ്. ഞാൻ എൻ്റെ പങ്കാളിയെ കൂട്ടിക്കൊടുത്താണ് ഡോക്ടറേറ്റ് നേടിയതെന്ന് ആക്ഷേപിക്കുന്ന വൃത്തികെട്ടന്മാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പതിറ്റാണ്ടുകളോളമായി സിൻഡിക്കേറ്റും സെനറ്റും അടക്കി വാഴുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ ഡോക്ടറേറ്റ് നേടിയത്. PhD എൻട്രൻസിൽ 1ാം റാങ്കോട് കൂടിയാണ് പ്രവേശനം നേടിയത്. ഞാൻ ഡോക്ടറേറ്റ് നേടിയത് പങ്കാളിയെ കൂട്ടിക്കൊടുത്തല്ല, കുത്തിയിരുന്ന് പഠിച്ചും ഗവേഷണം നടത്തിയുമാണ്. നിങ്ങളുടെ വൃത്തികെട്ട വാദത്തിൽ ഇനിയും ഉറച്ചു നിൽക്കുന്നവരോട് അവിടെ സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ ഭരിക്കുന്ന സഹാക്കന്മാർക്ക് സ്ത്രീകളെ കാഴ്ചവെക്കുമ്പോഴാണ് ഡോക്ടറേറ്റ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം തിരുത്തേണ്ടത് ആ സഹാക്കന്മാരെയല്ലേ? സ്ത്രീകളെ കൂട്ടിക്കൊടുത്തും വിവരങ്ങൾ കട്ടെടുത്തും PhD നേടാമെന്നുള്ളത് സ്വന്തം സഹാക്കന്മാരുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നതാകാം. അതിൽ ഞാൻ എങ്ങനെ കുറ്റക്കാരനാകും? കേരളത്തിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് സമ്പാദിക്കുന്ന മുഴുവൻ ആളുകളും ഇത്തരത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. പിന്നെ ഞങ്ങളുടെ മക്കളെ പന്നിക്കുട്ടികൾ എന്ന് അധിക്ഷേപിച്ചവരോട് പറയാനുള്ളത്, അവരെ കണ്ടിട്ട് ഞങ്ങൾക്ക് മനുഷ്യക്കുട്ടികളായിട്ടാണ് തോന്നുന്നത് എന്നാണ്. ഞങ്ങളുടെ കുട്ടികൾ തൊട്ടടുത്ത സർക്കാർ സ്കൂളിലെ മറ്റു മനുഷ്യക്കുട്ടികൾക്കൊപ്പമാണ് പഠിക്കുന്നത്. അവിടെ ഒരുപാട് സാധാരണ സഹാക്കന്മാരുടെ മക്കളും പഠിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ വകുപ്പിൽ കേരളത്തിലെ സർക്കാർ പള്ളിക്കൂടങ്ങളിൽ മനുഷ്യക്കുട്ടികളോടൊപ്പം പന്നിക്കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന പരിപാടി ഉണ്ടോ എന്ന് സൈബർ സഹാക്കൾ മറുപടി പറയണം. CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാരടക്കം പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖമാണ് എന്നാണ്. എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ഞങ്ങളുടെ കുട്ടികളുടെ മുഖച്ഛായ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് സ്വന്തം മക്കൾക്ക് ഭാര്യയുടെയും ഭർത്താവിന്റെയും മുഖച്ഛായ അല്ല എന്ന് തോന്നുമ്പോൾ ആ കുട്ടി മറ്റാരുടേതോ ആണ് എന്ന് സംശയം തോന്നുന്ന അതപ്പതിച്ചവരുടെ മനസ്സാണ്. ആ മനസ്സില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ പിതൃത്വത്തിൽ സംശയമില്ല. മക്കളുടെ പിതൃത്വം സംശയിച്ചുകൊണ്ട് DNA ടെസ്റ്റ് നടത്തേണ്ട ഗതികേട് നിങ്ങളുടെ കൂട്ടത്തിലൊരുവന് ബീഹാറിൽ എവിടെയോ സംഭവിച്ചതുപോലെ ഞങ്ങൾക്കില്ല. അത്തരം സംശയങ്ങൾക്ക് മറുപടി നൽകാൻ പറ്റാതെ വരുമ്പോൾ പാർട്ടിക്കാർ ബക്കറ്റ് പിരിവെടുത്തതിൽ നിന്ന് പോലും കോമ്പൻസേഷൻ കൊടുക്കേണ്ട കോടതി വിധി സമ്പാദിച്ചവരുടെ പിന്തുണക്കാർ ഈ ഒളിഞ്ഞുനോട്ട പണി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. നിങ്ങളുടെ നിലവാരത്തിന് ചേരും വിധമുള്ള സൈബർ ആക്രമണത്തിൽ ഒരിക്കൽ പോലും ഭയമുണ്ടായില്ല, ഉണ്ടാവുകയുമില്ല. നിങ്ങൾക്ക് ശരിക്കും ആളുമാറി. നിങ്ങൾ വരയ്ക്കുന്ന സദാചാരത്തിന്റെ ചതുര വടിവിൽ നിൽക്കണമെന്നുള്ള പേടിയില്ലാത്ത, ഇതുവരെയുള്ള ജീവിതത്തിൽ ഭയമില്ലാത്ത നിങ്ങളുടെ ഒളിക്യാമറകളും ബൈനോക്കുലറുകളും ഇനിയും പേടിക്കാൻ ഉദ്ദേശമില്ലാത്ത എന്നെ വിരട്ടാൻ ഇതുകൊണ്ടൊന്നും ആകില്ല. ഇങ്ങനെയാണ് ജിൻഡോയുടെ പോസ്റ്റ്. സഹാക്കന്മാരുടെ അണ്ണാക്കിൽ വെടിപൊട്ടിച്ച് നല്ല 1ാം തരം പോസ്റ്റാണ് നിങ്ങൾ ഇട്ടേക്കുന്നത്. പറയാതിരിക്കാൻ കഴിയില്ല ജിൻഡോ.